ഒരു കഷ്ണം സോപ്പും കൊണ്ട് ലോക പ്രശസ്തി നേടി ടൈം മാഗസിന്റെ 2024 കിഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു 15 വയസ്സുകാരൻ പയ്യൻ. ഇത് കേൾക്കുമ്പോൾ തോന്നാം, ഒരു സോപ്പ് നിർമ്മിച്ചുകൊണ്ട് ടൈംസിന്റെ മാഗസിനിൽ ഇടം പിടിച്ചത് എങ്ങനെയെന്ന്. അവിടെയാണ് പ്രായത്തിൽ കവിഞ്ഞ കണ്ടെത്തലുമായി ഹെമൻ ബെക്കേലെ എന്ന കുട്ടി ടൈംസിന്റെ കവർ പേജിൽ ഇടം പിടിച്ചത്. 2024 കിഡ് ഓഫ് ദി ഇയർ ആയി ടൈം മാഗസിന്റെ ഏറ്റവും പുതിയ കവറിൽ നിറഞ്ഞു നിൽക്കുകയാണ് എത്യോപ്യൻ വംശജനായ കുട്ടി ശാസ്ത്രജ്ഞൻ. നേട്ടങ്ങൾ കൊയ്യാൻ ഒരു സോപ്പ് മതി എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇന്ന് ഹെമൻ ബെക്കേലെ. എന്നാൽ ആ സോപ്പ് നമ്മൾ ഓരോരുത്തരും വിചാരിക്കും പോലെ ഒരു സാധാരണ സോപ്പല്ല. ഒരു കഷ്ണം സോപ്പ് ഉപയോഗിച്ച് സ്കിൻ ക്യാൻസർ സുഖപ്പെടുത്തുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ? ആ യാഥാർത്ഥ്യത്തിലേക്കുള്ള പാതയിലാണ് യുവശാസ്ത്രജ്ഞനായ ബെക്കേലെ. എത്യോപ്യയിൽ ജനിച്ച് വിർജീനിയയിലെ ആർലിംഗ്ടണിൽ താമസിക്കുന്ന ബെക്കേലെ സ്കിൻ ക്യാൻസറിനെ ചികിത്സിക്കാനും തടയാനും സഹായിക്കുന്ന സോപ്പ് കണ്ടുപിടിച്ചതോടെയാണ് ടൈം മാഗസിന്റെ 2024 കിഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്. അമേരിക്കയിൽ ഉൾപ്പെടെ വ്യാപകമായി ഏറ്റവും സാധാരണമായ ക്യാൻസറാണ് സ്കിൻ ക്യാൻസർ. ശരാശരി വാർഷിക ചികിത്സാ ചെലവ് $8 ബില്യൺ. താങ്ങാനാവുന്ന ഒരു ചികിത്സാ മാർഗം എന്ന നിലയിലേക്കാണ് സോപ്പ് ലായനി ഹെമൻ വികസിപ്പിച്ചെടുത്തത്. ലോകത്തെ മികച്ചതാക്കാൻ കഴിവുള്ള ഒരു കണ്ടുപിടുത്തത്തിലൂടെ ലോക ശ്രദ്ധ നേടുകയാണ് ഈ കൊച്ചുമിടുക്കൻ. എത്യോപ്യയിലെ അഡിസ് അബാബയിൽ ജനിച്ച ഹെമൻ 4-ാം വയസ്സിലാണ് കുടുംബത്തോടൊപ്പം അമേരിക്കയിലേക്ക് കുടിയേറിയത്. കഠിനമായ വെയിലിന് കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ കാഴ്ച കുട്ടിക്കാലത്ത് തന്നെ ഹെമനെ വല്ലാതെ വേദനിപ്പിച്ചു. ചർമ്മത്തിന് കേടുപാടുകൾ വരുത്തുന്നതിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കാൻ ഒരു മാർഗം കണ്ടെത്താൻ ഹെമന് പ്രചോദനമായത് ഈ കാഴ്ചയാണ്. അങ്ങനെ സ്കിൻ ക്യാൻസറിനെ പോരാടാൻ എമിക്യോമെഡ്സ് എന്ന മരുന്നിനെ കുറിച്ച് ഇവൻ പഠിച്ചു. ഏകദേശം $40,000 ചിലവ് വരുന്ന പരമ്പരാഗത ചികിത്സാ രീതികളെ അപേക്ഷിച്ച് ഫലപ്രദവും കൂടുതൽ പേർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതുമായ ഒരു ചികിത്സാ രീതിയായിരുന്നു സ്വപ്നം. 2023 ഹെമൻ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള സോപ്പ് എന്ന തന്റെ ആശയവുമായി US-ലെ യങ് സയന്റിസ്റ്റ് ചാലഞ്ചിൽ പങ്കെടുത്തു. കേവലം ഒരു ചെറിയ സോപ്പിനെ ഒരു മരുന്നായി സാധാരണക്കാരിൽ എത്തിക്കുക എന്ന ഹെമന്റെ നൂതനാശയം യങ് സയന്റിസ്റ്റ് ചാലഞ്ചിൽ ശ്രദ്ധ പിടിച്ചുപറ്റി. അങ്ങനെ 2023 അമേരിക്കയിലെ മികച്ച യുവശാസ്ത്രജ്ഞനായി ഹെമൻ തിരഞ്ഞെടുക്കപ്പെട്ടു. മോളിക്യൂൾ ബയോളജിസ്റ്റായി വിക്ടർ റബേക്കയെ ഹെമൻ കണ്ടുമുട്ടി. പിന്നീടുള്ള അവന്റെ ജീവിതം മാറ്റത്തിൻ്റെതായിരുന്നു. ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലെ തൻ്റെ ലാബിൽ ജോലി ചെയ്യാൻ റബേക്ക ഹെമാനെ ക്ഷണിക്കുകയും പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു. ഹെമനും റബേക്കയും ഇപ്പോൾ ഗവേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിലാണ്. 1/2 വർഷത്തിലധികമായി എലികളിൽ പരീക്ഷണം നടത്തുകയാണ്. സോപ്പിന്റെ പാറ്റന്റും അംഗീകാരവും ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ മുന്നിലുണ്ടെങ്കിലും വലിയ ശുഭാപ്തി വിശ്വാസത്തിലാണ് ഈ 15-കാരൻ. സോപ്പ് വിപണിയിലെത്തിക്കാൻ വർഷങ്ങളെടുക്കുമെങ്കിലും തൻ്റെ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനത്തിലാണ് ഹെമൻ. ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ടെന്ന് ഈ കൊച്ചുമിടുക്കൻ അറിയാം. സോപ്പ് പരീക്ഷിക്കുക മാത്രമല്ല, പെറ്റന്റ് നേടണം. ഏതാണ്ട് ഒരു ദശാബ്ദത്തിന്റെ കാത്തിരിപ്പുണ്ട് തൻ്റെ സ്വപ്ന സാഫല്യത്തിലേക്ക്. ആ ദശാബ്ദം കടന്നു പോകുമ്പോൾ അവന് പ്രായം 25 ആകും. ഈ ലോകത്തിനായി എന്തെങ്കിലും ചെയ്തു എന്ന സംതൃപ്തി അവനുണ്ടാകണമെങ്കിൽ അത്രയും കാലമെടുക്കും. പക്ഷെ അസാധ്യമായ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ആർജവവും പിന്തുടരാനുള്ള പ്രതിബദ്ധതയുമാണ് ഈ യുവശാസ്ത്രജ്ഞന്റെ വിജയം. സർഗാത്മകതയും അർപ്പണബോധവും അതിരുകളില്ലാത്തതാണെന്ന വിശ്വാസത്തിന്റെ ഉദാഹരണത്തിന്റെ പേരാണ് ഹെമൻ ബെക്കേലെ. ശാസ്ത്ര മേഖലയിൽ മികവ് പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു സന്ദേശം കൂടി ഈ യുവശാസ്ത്രജ്ഞൻ പറഞ്ഞു തരുന്നു. നമ്മുടെ ലോകം മെച്ചപ്പെടുത്തുന്നതിന്, ഈ ലോകത്തെ മികച്ച ഇടമാക്കി മാറ്റുന്നതിനുള്ള പുതിയ വഴികളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം.